നിർധന വൃക്കരോഗികളുടെ ആശ്രയ കേന്ദ്രമായ കോഴിക്കോട് ഹാൽസിയോൺ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മെഡിക്കൽ ലാബ് നാടിന് സമർപ്പിച്ചു. ട്രസ്റ്റിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ആധുനിക സൗകര്യങ്ങളോടെയുള്ള ലാബ് ആരംഭിച്ചത്. കഴിഞ്ഞ 10 വർഷമായി നിർധനരായ വൃക്കരോഗികളുടെ ആശാകേന്ദ്രമാണ് പി.ടി. അബ്ദുൽ കരീം മെമ്മോറിയൽ ഹാൽസിയോൺ ഡയാലിസിസ് സെന്റർ. ഓരോ 2 ദിവസങ്ങളിലും 6 ബാച്ചുകളിലായി 80 വീതം ആളുകൾക്ക് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. 10ാം വാർഷികത്തിൽ ട്രസ്റ്റ് നടപ്പിലാക്കിയ ആധുനിക സൗകര്യങ്ങളോടെയുള്ള മെഡിക്കൽ ലാബ് പി.കെ. ഗ്രൂപ്പ് ചെയർമാൻ പി.കെ. അഹമ്മദും മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ എം.പി. അഹമ്മദും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ഫ്രാൻസിസ് റോഡ് ന്യൂ കാസിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഹാൽസിയോൺ ചെയർമാൻ സി.എ. ആലിക്കോയ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ സി.പി. മുസാഫർ അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. റെസിഡൻസ് അസോസിയേഷനുകൾക്കുള്ള വൃക്ക ലിവർ രോഗനിർണയ ക്യാമ്പിന്റെ പ്രഖ്യാപനം പാരിസൺസ് ഗ്രൂപ്പ് ചെയർമാൻ എൻ.കെ. മുഹമ്മദ് അലി നിർവഹിച്ചു. എ.കെ. നിഷാദ്, ഒ. അഷർ, കെ.പി. നൂറുദ്ദീൻ, അബ്ദുൽ ജലീൽ ഇടത്തിൽ, സി.ബി.വി. സിദ്ദിഖ്, പി.ടി. കുഞ്ഞമ്മദ് കോയ തുടങ്ങിയവർ സംസാരിച്ചു. വൃക്കരോഗികളില്ലാത്ത ലോകമെന്ന ആശയം ലക്ഷ്യമിട്ട് അതിനൂതനമായ ജർമ്മൻ കമ്പനി മെഷീനുകളോടെ ആരംഭിച്ച ലാബിൽ എല്ലാവിധ പരിശോധനകളും കുറഞ്ഞ ചെലവിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് ട്രസ്റ്റ്. കുണ്ടുങ്ങലിൽ ഹാൽസിയോൺ ട്രസ്റ്റ് ഓഫീസിനോട് ചേർന്നാണ് ലാബും ഡയാലിസിസ് സെന്ററും പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.